ക്ഷീരകേരളം നേട്ടങ്ങളുടെ നേർക്കാഴ്ചകളിലൂടെ ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ഇന്ന് ജൂൺ 1, ലോക ക്ഷീരദിനം. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആഹ്വാനപ്രകാരമാണ് 2001 മുതൽ എല്ലാ വർഷവും ജൂൺ 1 തീയതി ലോക ക്ഷീരദിനമായി ആചരിച്ചുവരുന്നത്. ഒരാഗോള ഭക്ഷണം എന്ന നിലയിൽ പാലിന്റെ പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിനാണ് ലോക ക്ഷീരദിനം ആചരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പാലുൽപാദക രാജ്യമായ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും ഈ ദിനം പരമപ്രധാനമാണ്. ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ച് രാജ്യമൊട്ടാകെ ഒട്ടനവധി പരിപാടികളാണ് നടത്തിവരുന്നത്. ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾക്ക് ഒരു ഉപജീവന മാർഗം തന്നെയാണ് ക്ഷീരവ്യവസായം. ഒപ്പം തന്നെ സമീകൃതാഹാരമായ പാലിന്റെ പ്രാധാന്യത്തെയും ഓർക്കാതെ വയ്യ. പ്രകൃതിയുടെ സമീകൃതവും സമ്പൂർണവുമായ വരദാനമാണ് പാൽ. മനുഷ്യ ശരീരത്തിനാവശ്യമായ പ്രോട്ടീൻ, കാൽസ്യം, കൊഴുപ്പ്, അയഡിൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നിവയെല്ലാം അടങ്ങിയ ഗുണഗണങ്ങളുടെ കലവറയാണ് ഈ ഭക്ഷണം. പോഷകസമ്പുഷ്ടമായ പാലും പാലുൽപ്പന്നങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന ഭാഗമായി മാറിയിരിക്കുന്നു. പാലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനോടൊപ്പം ക്ഷീരോത്പാദന മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും ഈ ദിനം ഉപയോഗപ്പെടുത്തുന്നു. സംസ്ഥാന ക്ഷീര വികസന വകുപ്പ് ഡയറക്ടർ ശ്രീമതി ശാലിനി ഗോപിനാഥ്. എല്ലാ വർഷവും ജൂൺ 1 നാം ലോക ക്ഷീരദിനമായി ആഘോഷിക്കുകയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഹ്വാനപ്രകാരം 2001 മുതൽ ജൂൺ 1 ലോക ക്ഷീരദിനമായി ആഗോളതലത്തിൽ തന്നെ ആചരിച്ചു വരുന്നുണ്ട്. ഇത്തവണത്തെ ക്ഷീരദിനത്തിന്റെ പ്രമേയം സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ്. അങ്ങനെ വനിതാ ക്ഷീര കർഷകരുടെ ആഘോഷം കൂടിയാവുകയാണ് ഇത്തവണത്തെ ലോക ക്ഷീരദിനം. പ്രകൃതി ഒരുക്കിവെച്ച പോഷകത്തിന്റെ കലവറ ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഭക്ഷ്യവസ്തു, പ്രഭാതങ്ങളിൽ നമ്മുടെ മേശപ്പുറത്തെത്തുന്ന ചായ മുതൽ കൂട്ടായ്മകളുടെ മധുരം കൂട്ടുന്ന പായസമായോ ഐസ്ക്രീമായോ വേനലിൽ മികച്ച ദാഹശമനിയായി പ്രസിദ്ധമായ സംഭാരമായോ ഒക്കെ പാൽ വിവിധ രൂപങ്ങളിൽ ദിവസവും നമ്മോടൊപ്പം കൂടുന്നുണ്ട്. ഒരു ഭക്ഷ്യവസ്തു മാത്രമായല്ല പാലിന്റെ പ്രാധാന്യം. ആരോഗ്യം, പോഷണം, സുസ്ഥിരത, സാമ്പത്തികം, ജീവനോപാധി തുടങ്ങി വിവിധ മേഖലകളിൽ പാൽ ഇന്ന് പ്രസക്തമാവുകയാണ്. വിവിധ തലങ്ങളിൽ ഉള്ള പാലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു അവബോധം സൃഷ്ടിക്കുകയാണ് ക്ഷീരദിനാഘോഷം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ക്ഷീര കർഷകർ, ക്ഷീരസഹകരണ സംഘങ്ങൾ, ക്ഷീര വ്യവസായികൾ തുടങ്ങി ഈ മേഖലയുമായി ബന്ധപ്പെട്ട സകലരെയും ഉൾപ്പെടുത്തി ക്ഷീരവികസന വകുപ്പ് ലോക ക്ഷീരദിനം ഗംഭീരമായി തന്നെ കൊണ്ടാടുകയാണ്. ക്ഷീരമേഖലയിലെ വനിതാ പ്രാതിനിധ്യം എടുത്തു പറയത്തക്കതാണ്. ഒട്ടനേകം വനിതകൾ ഉപജീവനോപാധിയായി പശു വളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്നു. പശു വളർത്തലിലൂടെ ജീവിത വിജയം കൈവരിച്ച വനിതകളുടെ വിജയഗാഥകൾ ഈ മേഖലയിൽ നിരവധിയുണ്ട്. കർഷകരായി മാത്രമല്ല, ക്ഷീരസംഘങ്ങളുടെ നേതൃനിരയിലും മേഖലാ തലങ്ങളിലും ധാരാളം വനിതകൾ പ്രവർത്തിക്കുന്നുമുണ്ട്. വനിതാ ശാക്തീകരണത്തിനുള്ള ഉത്തമ ഉപാധിയായി മാറുകയാണ് പലപ്പോഴും പശു വളർത്തൽ. ഭക്ഷ്യസുരക്ഷ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പോഷക സുരക്ഷയും. ഇവ രണ്ടും ഒരുപോലെ നിറവേറ്റാൻ കഴിയുന്ന മേഖലയാണ് ക്ഷീരമേഖല. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും വനിതാ ശാക്തീകരണത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വിശ്വസിച്ച് ആശ്രയിക്കാവുന്ന ഒരു മേഖല കൂടിയാണിത്. അമ്മ നൽകി തുടങ്ങിയ അമൃതധാര ഇന്നും വറ്റാതെ ചുരത്തുന്ന കാമധേനുകൾക്കായി ഒരു ദിവസം നമുക്ക് മാറ്റിവെക്കാം. നമുക്ക് ഒത്തുചേർന്ന് ആഘോഷിക്കാം വനിതാ കർഷകരുടെ കരുത്തിനെ. കേരളത്തിലെ ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ക്ഷീരദിന ആശംസകൾ. ഇന്ത്യയുടെ ഗ്രാമീണ ജീവിതത്തിൽ ക്ഷീര വ്യവസായം സാധാരണക്കാർക്ക് എത്രത്തോളം ഉപകാരപ്രദമാകുമെന്ന് തെളിയിച്ച ധവള വിപ്ലവത്തിന്റെ പിതാവാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. ഇന്ന് അമൂൽ എന്ന പേരിൽ പടർന്നു പന്തലിച്ച വ്യവസായ സ്ഥാപനത്തിന് പിന്നിൽ ആയിരം ക്ഷീര കർഷകരുടെയും ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന മനുഷ്യന്റെയും വിയർപ്പുണ്ട്. ഇന്ത്യയിലെ ഡയറി വ്യവസായത്തെ രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രാമീണ തൊഴിൽദാന പദ്ധതിയാക്കി മാറ്റാൻ കഴിഞ്ഞതിനൊപ്പം സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള വ്യവസായ സംഘങ്ങൾക്ക് ഊർജം പകരാനും അദ്ദേഹത്തിന് സാധിച്ചു.
നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ മേഖലയിൽ കാലി വളർത്തലിനും പാലുൽപാദനത്തിനും ഏറെ പ്രാധാന്യമാണുള്ളത്. ഇപ്പോഴും താരതമ്യേന ലാഭകരമായി തന്നെ പശുവളർത്തൽ നടത്തുന്ന ക്ഷീര കർഷകർ നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെയുണ്ട്. അധ്വാനം കൈമുതലാക്കിക്കൊണ്ട് കഷ്ടപ്പെടാനുള്ള മനസ്സും പാൽ വിപണനത്തിന് അനുകൂല സാഹചര്യവുമൊരുക്കി അല്പം കൃഷി കൂടിയുണ്ടെങ്കിൽ കന്നുകാലി വളർത്തൽ തെല്ലും നഷ്ടമില്ലാതെ നടത്താമെന്ന് അനുഭവത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്ന ഏതാനും കൃഷിക്കാരെ നമുക്ക് പരിചയപ്പെടാം. ക്ഷീരമേഖലയിൽ വിജയകരമായി സംരംഭകത്വം ലക്ഷ്യം വെക്കുന്നവർക്ക് മാതൃകയാണ് വയനാട് മാനന്തവാടിക്കടുത്ത് തവിഞ്ഞാൽ യവനാർകുളത്ത് പ്രവർത്തിക്കുന്ന PI തങ്കച്ചന്റെ ഡയറി ഫാം. കറവ പശുക്കളും കിടാരികളുമൊക്കെയായി നിരവധി പശുക്കൾ ഫാമിലുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ക്ഷീര കർഷകനുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ പുരസ്കാരം ഇദ്ദേഹത്തെ തേടിയെത്തിയതിന്റെ കാരണവും പാൽ മികവ് തന്നെ. ശ്രീ PI തങ്കച്ചൻ ഡയറി മേഖലയിലേക്ക് വന്നിട്ട് 14 വർഷത്തോളമായി. ഒരു പശുവായി തുടങ്ങിയതാണ്. ഇപ്പോൾ 40ഓളം ഹൈ ഈൽഡ് പശുക്കളെ വളർത്തുന്നു. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് പശുക്കളെ കൊണ്ടുവരുന്നു. ഈ വെള്ളപ്പൊക്കത്തിന്റെ സമയം 2018 വരെയും. പിന്നീട് അത് നിർത്തി. അതിൽ എന്റെ ഫാമിൽ തന്നെ നല്ല സമയം കുത്തിവെച്ച് ഉണ്ടാകുന്ന കുട്ടികളെ, അതിൽ 10 കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു 7 നമ്മുടെ ഒരു നിലവാരത്തിൽ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കുട്ടികളെ മുഴുവനും KLD ബോർഡിന്റെ പ്രീമിയം HF7 കുത്തിവെച്ച് ഉള്ള പശുക്കളാണ് എന്റെ ഫാമിലുള്ളത്. ഇപ്പം എനിക്ക് 26 പശുക്കളും 5-8 കിടാരികളും അതുപോലെ 6-7 ചെറിയ കുട്ടികളുമായിട്ട് മൊത്തം 40 എണ്ണം ഉണ്ട്. 20 പശു കറവയിലുണ്ട്. 20 പശുവിൽ നിന്ന് പ്രതിദിനം 500 ലിറ്റർ പാല് ഉത്പാദിപ്പിക്കുന്നുണ്ട്. വയനാട് സംബന്ധിച്ച് നമുക്ക് എല്ലാ വീട്ടിലും പശുക്കൾ ഉണ്ടായിരുന്നു. ലോക്കൽ സ്റ്റൈല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും മിൽമയെ ആശ്രയിച്ചാണ് പാലടക്കുന്നത്. കുറച്ച് നെയ്യ് ഉണ്ടാക്കുന്നുണ്ട്. അത് പേരിന് മാത്രം നെയ്യ് ഉണ്ടാക്കി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് മൊത്തത്തിൽ 4 ഏക്കർ തീറ്റപ്പുൽ കൃഷിയുണ്ട്. അതിൽ മെയിനായിട്ടും സൂപ്പർ നേപ്പിയർ പുല്ലാണ് കൊടുക്കുന്നത്. ഞാൻ തന്നെ ഡിസൈൻ ചെയ്താണ് എന്റെ ഫാം. ഇതിപ്പോൾ 7 വർഷമായി ഫാം ഉണ്ടാക്കിയിട്ട്. സിമ്പിൾ ആയിട്ടുള്ള എല്ലാ സംവിധാനവും ഞാൻ ഫാമിൽ ഒരുക്കിയിട്ടുണ്ട്. അതിന് ഓട്ടോമാറ്റിക് വാട്ടർ ബോൾ സംവിധാനമുണ്ട്. എല്ലാ പശുക്കൾക്കും ഒരുപോലെ റെസ്റ്റ് എടുക്കാൻ സംവിധാനമായിട്ട് സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചൂട് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു 27 ഡിഗ്രി ടെമ്പറേച്ചറിലേക്ക് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലൈമറ്റ് കൺട്രോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഫാമിന്റെ ഉള്ളിൽ പശുക്കൾ കുടിക്കുന്ന വെള്ളം ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാമിലെ ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുല്ല് 200 മീറ്റർ താഴെ നിന്ന് റോപ്പയിലാണ് പുല്ല് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ ചാപ്പ് കട്ടർ, വെറി മോട്ടർ, അതുപോലെ പ്രസ് പമ്പ്, ഒരു ഡയറി ഫാമിന് ആവശ്യമായ എല്ലാ ടെക്നോളജിയും ഞാൻ എന്റെ ഫാമിൽ നിറവേറ്റിയിരിക്കും. ചാണകം കംപ്ലീറ്റ് നമ്മൾ UV ഷീറ്റ് ഉണക്കി പൊടിച്ച് കയറ്റി വിടുകയാണ്. ചാക്ക പേക്കായിട്ടും ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ലോഡായിട്ടും കൊടുക്കുന്നുണ്ട്. അവാർഡുകൾ 2018 ബ്ലോക്കിലെ ഏറ്റവും കുറഞ്ഞ പശുവിൽ നിന്ന് കൂടുതൽ പാൽ കിട്ടിയ കർഷകരുടെ അംഗീകാരമാണ് ആദ്യം കിട്ടിയത്. അത് കഴിഞ്ഞ് കേരളത്തിലെ ആദ്യത്തെ ഫാം സ്കൂളായി യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്തു. അതുപോലെ 2020 ആയപ്പോഴേക്കും ക്ഷീര സഹകാരി അവാർഡ് കിട്ടി. അതുപോലെ തന്നെ ഡോക്ടർ അംബേദ്കർ നാഷണൽ അവാർഡ്, അബ്ദുൽ കലാം അവാർഡ്, KPSC അവാർഡ്, അങ്ങനെ ഈ 2026 പിന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച കർഷകനുള്ള മൃഗസംരക്ഷണത്തിന്റെ അവാർഡ് കിട്ടി. അതുപോലെ തന്നെ IVA ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷന്റെ IVA കേരളയുടെ ക്ഷീര പ്രതിഭ പുരസ്കാരവും ഈ 2026 കിട്ടിയിട്ടുണ്ട്. ഈ ഡയറി മേഖല ഈ പശു വളർത്താൻ നമ്മൾ സത്യത്തിൽ സ്വന്തം ആവശ്യത്തിന് പാല് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു പശുവിന് വാങ്ങി തുടങ്ങിയതാണ്. അത് ഇത്രത്തോളം മുന്നോട്ട് പോയത് ഒരു പക്ഷേ ദൈവാനുഗ്രഹം തന്നെയായിരിക്കും. ഈ മിണ്ടാപ്രാണികൾക്ക് തീറ്റ കൊടുത്തതിന്റെ ഒരു പുണ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ ഭാവിയിലേക്കുള്ള ഉദ്ദേശം 40 പശുവിൽ നിന്നും പ്രതിദിനം 1000 ലിറ്റർ പാൽ ഉത്പാദിപ്പിക്കുക എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഞാൻ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷം കോവിഡ് കാലത്ത് നാട്ടിലെത്തി പശു വളർത്തൽ ആരംഭിച്ച വ്യക്തിയാണ് ശ്രീ വിനു. പശുവളർത്തൽ സംരംഭ മേഖലയെക്കുറിച്ച് ഏകദേശ ധാരണയുണ്ടായിരുന്ന ഇദ്ദേഹം നിരവധി ഡയറി ഫാമുകൾ സന്ദർശിച്ച് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി. അങ്ങനെ കൊല്ലം പൂയപ്പള്ളിയിൽ ഒരു ഡയറി ഫാം തുടങ്ങി. പശുവളർത്തൽ മേഖലയിലെ തന്റെ അറിവും അനുഭവങ്ങളും പങ്കുവയ്ക്കുകയാണ് ശ്രീ വിനു. ഞങ്ങള് കുടുംബപരമായിട്ട് കർഷക കുടുംബമാണ്. 3 പശുവിൽ തുടങ്ങി ഞാൻ. ഇപ്പൊ എനിക്ക് ഏകദേശം പശുവും കുട്ടിയും എല്ലാം കൂടെ ഒരു 10-40 പശുക്കൾക്ക് എനിക്കുണ്ട്. ഞാൻ കൊട്ര ക്ഷീരസംഘത്തിലാണ് പാലളക്കുന്നത്. അത് എനിക്ക് 1-2 ട്രിപ്പ് ഏറ്റവും കൂടുതൽ പാലളന്ന് ക്ഷീരകർഷകനുള്ള അവാർഡുകളൊക്കെ കിട്ടിയതാണ്. 4 മണിക്ക് നമ്മൾ എഴുന്നേറ്റാൽ ഉടനെ പശുക്കളെല്ലാം എഴുന്നേപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അവര് ചാണകവും അവരുടെ ദൈനംദിന കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങും. അത് കഴിയുമ്പോൾ നമ്മൾ ചാണകം എല്ലാം നീക്കിയതിന് ശേഷം പശുവിനെ ഫസ്റ്റ് കുളിപ്പിക്കുകയാണ്. കുളിപ്പിച്ച് തൊഴുത്തും എല്ലാം ആ രീതിയിലാണ് നമ്മൾ തൊഴുത്തെല്ലാം രൂപകൽപ്പന ചെയ്തേക്കുന്നത്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഫീഡിംഗ് ആണ്. ഫീഡിംഗ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ 3 കറവ എല്ലാ പശുക്കളെയും നിശ്ചയം വെച്ചാണ് ഇറങ്ങുന്നത്. എരുമയെ മാത്രമേ ഉള്ളൂ കൈക്ക് ഇറങ്ങുന്നത്. കറവ തീരുമ്പോഴത്തേക്ക് അവര് ഫീഡിങ്ങും തീരും.
ഞങ്ങൾ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് അവര് തിന്ന് തീർന്ന് അടുത്ത വെള്ളമൊക്കെ കുടിച്ച് ഇനി അവർ കിടക്കാനുള്ളൊരു സ്റ്റേജിലേക്ക് എത്തിത്തരും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു 10 മണിയാകുമ്പോൾ എല്ലാവരും എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞാൽ 10-10:30 ആകുമ്പോൾ എല്ലാവരും എഴുന്നേൽപ്പിക്കും. വീണ്ടും ഒരു ചാണകം ഇടും. അതെല്ലാം എനിക്ക് ഒന്നും കൂടെ വെള്ളം എടുത്തൊന്ന് തണുപ്പിച്ച് ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് കയറിയല്ല. പിന്നെ ഞങ്ങൾ 2 മണിക്കാണ് സ്റ്റാർട്ട്. പിന്നെ പശുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. പശുക്കളെ കൊണ്ടുവന്നാൽ അതിന്റെ പാൽ ക്വാളിറ്റി നമ്മൾ ഏകദേശം നോക്കാറുണ്ട്. തീരെ ഫാറ്റ് കുറഞ്ഞ പശുക്കളെ ഒഴിവാക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ഫാറ്റ് കുറഞ്ഞ പശുക്കളാകുമ്പോൾ നമുക്ക് ലോക്കലിലും പാല് കൊടുക്കാൻ പറ്റില്ല. മില്ലിൽ പാല് കൊണ്ടുവന്നാൽ വിലയും കുറവായി. പിന്നെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ നല്ല പാലൊരു 3.8 ഫാറ്റൊക്കെയുള്ള പശുക്കളെ ഹൈ ഈൽഡ് പശുക്കളുടെ മൂടികളുടെ സെമനാണ് കുത്തുന്നത്. ഇമ്പോർട്ടഡ് സെമനാണ് കുത്തുന്നത്. അങ്ങനെ വന്ന കിടാങ്ങൾ പ്രസവിച്ചപ്പോൾ ഏകദേശം 4 പാറ്റയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. 20 കഴിഞ്ഞ പ്രസവത്തിൽ 20-22 പാല് കിട്ടുന്ന പശുക്കൾക്ക് 4 പാറ്റ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകം ഇന്നയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഫാറ്റിന്റെ ഒരു കാര്യം അറിയാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ നല്ലൊരു കിടാവിനെ വളർത്തിയെടുത്താൽ അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു. പക്ഷേ കിടാവിനെ വളർത്തുമ്പോൾ നല്ല ചെലവ് നമുക്ക് വരാറുണ്ട്. ഒരു കിടാവ് ഏകദേശം പ്രസവിക്കാറായി വരുമ്പോഴത്തേക്ക് 1 ലക്ഷം രൂപയ്ക്ക് ചെലവാണ്. പിന്നെ എനിക്ക് പുൽകൃഷിയുണ്ട്. പിന്നെ ഞാൻ കിടാങ്ങളെ വളർത്തുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ഉണക്ക് സമയത്ത് വൈകുന്നേര സമയങ്ങളിൽ പാടത്ത് കെട്ടും. എന്നുവെച്ചാൽ വെള്ളം ഇല്ലാത്ത സമയത്ത് പാടത്ത് കെട്ടി കാലത്ത് വെളുപ്പിനെ അഴിക്കത്തോളൂ. അപ്പം അത് അവർ യഥേഷ്ടം തിന്നു നിറഞ്ഞ് കാലത്തെ അഴിച്ചുകൊണ്ട് വന്ന് വെള്ളവും കൊടുത്ത് പിന്നെ ഒറ്റ നേരത്തെ ഫീഡിങ് ചെയ്യും. വീണ്ടും വൈകുന്നേരം 5 മണിയാകുമ്പം. പക്ഷേ സീസൺ മഴക്കാലം വരുമ്പം കാലത്ത് കയറ്റി വൈകിട്ടേക്കും. അപ്പം അവർക്ക് നമ്മൾ വൈക്കോലും പുലികളും ഒന്നും വീട്ടിൽ കൊടുക്കുകയില്ല. അവർ പാടത്തുനിന്ന് തന്നെ മേഞ്ഞ് വരണം. പിന്നെ കറവയുള്ള പശുക്കളൊന്നും വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് കൊണ്ടുപോകാം. പിന്നെ നമുക്ക് കൂടിയ സമയം കുത്തിവെച്ചതിൽ നല്ല ഹൈ ഈൽഡ് പശുക്കൾ വരികയും 10-20 മുതൽ 25 ലിറ്റർ വരെ കന്നി പ്രസവത്തിൽ പാലുകൾ കിട്ടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അവര് വീണ്ടും പുതിയ സമയം തന്നെ നമ്മളിപ്പം യൂസ് ചെയ്യുന്നത്. എനിക്ക് 2ാം തലമുറ വരെ ആയിട്ടുള്ളൂ. ഇനി 3ാം തലമുറയുള്ള കുട്ടികൾ ആവാൻ പോകുന്നതേ ഉള്ളൂ. ഇനി അത് വരുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വരുമ്പോഴേ അറിയാൻ പറ്റുന്നത്. എനിക്ക് ഏകദേശം 2.5-3 ഏക്കർ സ്ഥലത്തോളം തീറ്റൽ പുൽകൃഷിയുണ്ട്. ഏതാണ്ട് കരപ്രദേശം ഏകദേശം 2 ഏക്കറോളം ഉണ്ട്. വയൽ ഏകദേശം 1 ഏക്കറോളം ഉണ്ട്. പുൽകൃഷിയുണ്ട്. അത് സൂപ്പർ നേപ്പിയർ, CO3, CO5, റെഡ് നേപ്പിയർ, ഇങ്ങനെ വ്യത്യസ്ത ഇനം പുല്ലുകളാണ് നമ്മൾ നട്ടു വളർത്തിയിരിക്കുന്നത്. പിന്നെ അത് തന്നെയല്ല, നമ്മൾ ഏകദേശം 1 വർഷം 1.5 വർഷം കൂടുമ്പോൾ മണ്ണ് പരിശോധിച്ച് മണ്ണിൽ എന്തൊക്കെ കുറവുണ്ടോ അതെല്ലാം നികത്തി ആണ് പുൽകൃഷി ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പുല്ലില് മണ്ണും കൂടെ ടെസ്റ്റ് ചെയ്താണ് കൊടുക്കുക. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് വളങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ കൊണ്ടുവരുന്ന പുല്ലിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണം കിട്ടാറുള്ളൂ. അത് തന്നെ ഏകദേശം നമ്മളൊരു കുടം പുല്ലൊരു കുടം ആകുന്ന സമയമാകുമ്പോഴാണ് വെട്ടാറ്. കുടത്തോടുകൂടി വരുമ്പോഴാണ് അതിന്റെ ഒരു ഫുൾ ഇത് കിട്ടുന്നത്. അപ്പോൾ ആ കുടത്തിന്റെ ആ ഒരു സ്റ്റേജ് എത്താറാകുമ്പം വെട്ട്. ചിലപ്പോൾ നമുക്ക് അപ്പോഴത്തേക്ക് ഒരുപാട് പുല്ലുകളാവുകയാണെങ്കിൽ ഞങ്ങൾ സൈലേജ് സ്വന്തമായിട്ട് ഉണ്ടാക്കാറുമുണ്ട്. സൊല്യൂഷനൊക്കെ ഒഴിച്ച് സൈലേജ് സ്വന്തമായിട്ട് ചെയ്തു വെക്കാറുണ്ട് വലിയ ക്യാനുകളിൽ. ഈ മഴക്കാലത്താണ് നമ്മൾ കൂടുതൽ സൈലേജ് ആക്കുന്നത്. ഈ സമയമാകുമ്പോൾ പുല്ലറ്റം വരും. അപ്പൊ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പുല്ല് ഞങ്ങൾ സൈലേജ് ആക്കും. (2026) അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി ആചരിക്കുന്ന വിവരം എല്ലാ വനിതാ കർഷകരും അറിഞ്ഞു കാണുമല്ലോ. കൃഷി ചെയ്യുന്ന വനിതകൾക്ക് ആഗോള തലത്തിലുള്ള അംഗീകാരമാണ് ഈ പ്രഖ്യാപനം. കൃഷി മുഖ്യ ഉപജീവനമാർഗമാക്കി മാറ്റിയ ധാരാളം വനിതകൾ കേരളത്തിലുണ്ട്. അതിൽ ക്ഷീര കർഷകരും ഒട്ടും കുറവല്ല. ക്ഷീര കാർഷിക മേഖലയിൽ പുരുഷന്മാർക്കൊപ്പം തന്നെ സ്ത്രീകളുടെ പങ്കും പങ്കാളിത്തവുമുണ്ടെന്ന് സ്വജീവിതത്തിലൂടെ തെളിയിച്ച വള്ളികുന്നം സ്വദേശിനി ശ്രീമതി വത്സല. ഞങ്ങൾ 4 പശുവിൽ നിന്ന് തുടങ്ങിയതാണ് 25 വർഷം മുമ്പ്. ഇപ്പൊ ഞങ്ങൾക്ക് 70 പശുക്കളുണ്ട്. ഇതിൽ 60 എണ്ണത്തിനെയും കറക്കുന്നതാ. ചനയും കേട്ടിങ്ങനെ നിൽക്കുന്ന പശുക്കളാണ്. ഞങ്ങൾ പാല് കൊടുക്കുന്നത് പുത്തൻചന്ത സഹകരണ സംഘത്തിലാണ്. ഞങ്ങൾ ഒരു ദിവസം ശരാശരി 1000 ലിറ്റർ പാലോളം രാവിലെയും വൈകിട്ടുമായിട്ട് ഉണ്ട്. അതില് 100 ലിറ്റർ പാല് വൈകുന്നേരം വീടുകളിൽ കൊടുക്കുന്നുണ്ട്. രാവിലെ 200 ലിറ്റർ പാല് വീടുകളിൽ കൊടുക്കുന്നുണ്ട്. ബാക്കി സൊസൈറ്റിയിൽ അളക്കുന്നത് ഞാനും എന്റെ ഭർത്താവും. ഞങ്ങളുടെ കൂടെ കറവയ്ക്ക് 2 പേരൂടെ ഉണ്ട്. 2 ഏക്കർ സ്ഥലത്ത് പുല്ല് വളർത്തുന്നുണ്ട്. പശുക്കൾക്ക് കൊടുക്കുന്നത് മിൽമയുടെ ഗോമതി കാലിത്തീറ്റയാണ്. പിന്നെ കച്ചി വാങ്ങിക്കുന്നുണ്ട്. പുല്ല് കൃഷി ചെയ്യുന്ന നമ്മുടെ പറമ്പിൽ തന്നെ കൃഷി ചെയ്യുന്നതുകൊണ്ട് ആ പുല്ല് വെച്ചിട്ട് കൊടുക്കും. വെളുപ്പിന് 3 മണിയാകുമ്പം പശുക്കളെ പണിയിലേക്ക് ഇറങ്ങും. അവരുടെ ചാണാനും വാരി കാടിയും കൊടുത്ത് കുളിപ്പിച്ച് കറവ കഴിയുമ്പോഴത്തേക്ക് 9 മണി കഴിയും. പിന്നെ ഉച്ചയ്ക്കൊരു 12:30 ആകുമ്പം വീണ്ടും അവർക്ക് വെള്ളം ദേഹത്ത് ഒഴിക്കുകയും വെള്ളം കൊടുക്കുകയും
ചെയ്ത് 2:30 ആകുമ്പോൾ ഞങ്ങളുടെ വൈകിട്ടത്തെ കറവ തുടങ്ങി. 5:30 ആകുമ്പോൾ തീരും. ഞങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ 2 തൊഴുത്ത. ഞങ്ങളുടെ ഫ്രണ്ടില് 40 പശുക്കളുണ്ട്. ബാക്കി പശുക്കളെ പുറവിലാണ് കിട്ടുന്നത്. പുറവിൽ ചെയ്ത് ഇപ്പൊ പുതിയ രീതിയിലെ വെള്ളമൊക്കെ അവരുടെ അരികെ തന്നെ പൈപ്പ് കൂടെ അന്നേരം തന്നെ അവർക്ക് കുടിക്കത്തക്ക സംവിധാനമാണ്. ഇപ്പുറത്ത് അങ്ങനല്ല, നമ്മള് പാത്രം വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനകത്ത് നമ്മള് വെള്ളം ശരീരത്തിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഇഷ്ടാനുസരണം കുടിക്കുക. കുളിപ്പിക്കാൻ നേരം ആ വെള്ളം കൊടുക്കുന്നത്. മറ്റേടത്ത് അങ്ങനല്ല, അവർക്ക് ഇഷ്ടമുള്ളപ്പം വെള്ളം കുടിക്കുകയും എല്ലാം ചെയ്യാം. ആ രീതിയിലുള്ള സംവിധാനമാണ് ചെയ്തേക്കുന്നത്. നല്ല അന്തരീക്ഷം, എപ്പോഴും കാറ്റ് കിട്ടും. ഇപ്പുറത്ത് പിന്നെ ഫാനുണ്ട് പഴയ തൊഴുത്തില്. മറ്റേടത്ത് ഫാൻ ഉണ്ടെങ്കിലും ഫാൻ ഇടേണ്ട കാര്യമില്ല, നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. ഡോക്ടർ സേവനം ഞങ്ങൾക്ക് നല്ലതായിട്ട് മിൽമയിൽ നിന്ന് കിട്ടുന്നുണ്ട്. നല്ല സേവനമാണ് ഞങ്ങളുടെ ഡോക്ടർ സേവനം. ഞങ്ങൾക്ക് ബോണസ് ഉണ്ട്, മറ്റെല്ലാ ആനുകൂല്യങ്ങളും സൊസൈറ്റിയിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും മിൽമയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളത് എപ്പോഴും ഏത് കാര്യത്തിലും. പശുക്കൾക്ക് ഒരു അസുഖം വന്നാൽ തന്നെ അവര് ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. പശുക്കളെ ഇവിടെ നാട്ടുമ്പുറത്തുനിന്ന് വാങ്ങിക്കും, പിന്നെ തമിഴ്നാട്ടിൽ പോയി വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ തമിഴ്നാട്ടിൽ പോകുന്നില്ല, തന്നെ നാട്ടിൽ നിന്ന് തന്നെ ഓരോരുത്തർ നമ്മളോട് വന്ന് പറയുമല്ലോ, ഇന്നടുത്തൊരു പശു ഉണ്ട്, അങ്ങനെ പോയി നോക്കി നമുക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നീ കൊണ്ടുവരിക. എനിക്ക് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും കൂടുതൽ പാലളക്കുന്നതിനുള്ള അവാർഡ് എനിക്ക് 3 തവണ കിട്ടി. പിന്നെ ക്ഷീര സഹകാരി അവാർഡ് കിട്ടി. ക്ഷീര കർഷക 2023-24 കിട്ടിയായിരുന്നു. പിന്നെ ക്ഷീര സംഗമത്തിന്റെ അവാർഡും കിട്ടിയായിരുന്നു. അവരുടെ അരികെ പോയി നിൽക്കുന്നതും അവർക്ക് ആ തീറ്റി കൊടുക്കുന്നതും ഒക്കെ നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തന്നെ. ഓരോ ദിവസം നേരം വിളക്കുമ്പോഴും നമുക്കൊരു ഭയങ്കര സന്തോഷം അവർ ഉണ്ടാകുന്നത്. ഞങ്ങളുടെ ജോലിക്കാരുടെ പൈസയും കൊടുത്ത് ഞങ്ങളുടെ വീട്ടുകാര്യങ്ങളെല്ലാം അതിൽ ഞങ്ങൾ നടത്തുന്നുണ്ട്. ചാണകം ഇപ്പം ഞങ്ങൾ മെഷീൻ ഉപയോഗിച്ച് പൊടിച്ചുണക്കി കടകൾക്ക് കൊടുക്കുക. ഫാമുകാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുക. വീട്ടുകാരും വന്ന് ഇവിടെ അടുത്തൊക്കെ ഉള്ളവര് ചെടി നടാനും കൃഷി സാധനങ്ങൾ നടാനും എല്ലാം വന്ന് ഇവിടുന്ന് ചാണകം കൊണ്ടുപോകുന്നത്. അതിൽ നിന്നൊരു ആദായം നമുക്ക് കിട്ടുന്നുണ്ട്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉടുമ്പന്നൂരുള്ള ശ്രീ ഷൈൻ ക്ഷീര കാർഷിക മേഖലയിൽ നമുക്കൊരു മാർഗദർശിയാണ്. പശുവളർത്തൽ ലാഭകരമാണോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് മറുപടി പറയുന്നവർക്ക് ഒരു ഉദാത്ത മാതൃകയാണ് ഇദ്ദേഹം. പശുവളർത്തൽ ഒരു തപസ്യയായി ഏറ്റെടുത്ത് മൃഗപരിപാലനത്തിൽ പുതിയ മാതൃക തീർക്കുന്ന ശ്രീ ഷൈൻ. ഞാൻ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ ഉടുമ്പന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഡയറി ഫാം ചെയ്യുന്നത്. ഏകദേശം 350ഓളം പശുക്കൾ നമുക്ക് നിലവിലുണ്ട്. പ്രതിദിനം ഏകദേശം 4800 ലിറ്റർ പാല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു 2800-3000 ലിറ്ററോളം പാല് പെരിങ്ങാശ്ശേരി ആപ്കോസിൽ നമ്മൾ നൽകുന്നുണ്ട്. ബാക്കി പാല് നമ്മൾ ലോക്കലായിട്ട് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. രാത്രി 2 മണിക്കാണ് രാവിലത്തെ കറവ ആരംഭിക്കുന്നത്. അപ്പോൾ രാവിലെ പശുക്കൾക്ക് തീറ്റ കൊടുത്ത് കുളിപ്പിച്ച് കറക്കുവാണ് നമ്മൾ ചെയ്യുന്നത്. കറവയ്ക്ക് ശേഷം എല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി ഇടുകയാണ് ചെയ്യുന്നത്. അത് രാവിലത്തെ കറവയും കാര്യങ്ങളെല്ലാം ഒരു 7 മണിയോടുകൂടി തീരും. പിന്നെ നമ്മൾ വൈകുന്നേരം 2 മണിക്കാണ് വീണ്ടും കറവ നമ്മൾ ആരംഭിക്കുന്നത്. അത് നമ്മൾ രാവിലത്തെ പോലെ തന്നെ തീറ്റ കൊടുക്കുന്നു, ചാണകം വാരി കുളിപ്പിച്ച് കറക്കുന്നു. കറവയ്ക്ക് ശേഷം വീണ്ടും കഴുകി നമ്മൾ വൃത്തിയാക്കി ഇടുന്നു. ഏകദേശം ഒരു 6-7 മണിയോടുകൂടി വൈകുന്നേരത്തെ കറവ പണികളും തീരും. അങ്ങനെയാണ് നമ്മുടെ ദിനചര്യകൾ പോകുന്നത്. തൊഴുത്തിൽ നമ്മൾ ഓട്ടോമാറ്റിക് വാട്ടർ ഡ്രിങ്കർ സിസ്റ്റം, പിന്നെ മിസ്റ്റ്, ഫാന്, പിന്നെ കുളിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രഷർ വാഷാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മെഷീനിലാണ് കറവയും കാര്യങ്ങളും ചെയ്യുന്നത്. സംഘത്തിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് ഇൻസെന്റീവ് ഉള്ള സമയങ്ങളിൽ നമുക്ക് ഇൻസെന്റീവ് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. തീറ്റപ്പുല്ല് കൃഷിയുണ്ട്. പക്ഷേ നമ്മൾ തീറ്റപ്പുല്ലിനേക്കാളുപരി നമ്മുടെ പൈനാപ്പിളിന്റെ വിലയാണ് പശുക്കൾക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നത്. ക്ഷീരവികസന വകുപ്പിൽ നിന്നും നമുക്ക് ചെറിയ രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. നമ്മളല്ലാത്ത സമയങ്ങളിൽ ഇൻസെന്റീവ്, മറ്റുള്ള പശുക്കൾക്ക് മിഷനറീസിന് അങ്ങനെയുള്ള സാമ്പത്തിക സഹായങ്ങൾ നമ്മൾ ക്ഷീരവികസന വകുപ്പിൽ നിന്നും മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും ലഭിക്കാറുണ്ട്. നമ്മൾ നല്ല കുട്ടികളെ വളർത്തിയെടുക്കുകയും പിന്നെ തമിഴ്നാട്ടിൽ നിന്നുമാണ് നമ്മൾ പശുക്കളെ വാങ്ങുന്നത്. നമുക്ക് 3 പ്രാവശ്യം സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1 പ്രാവശ്യം നാഷണൽ അവാർഡും ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പാലളന്നതിനുള്ള ക്ഷീര സഹകാരി അവാർഡ് 2 പ്രാവശ്യം ലഭിച്ചിട്ടുണ്ട്. പിന്നെ മൃഗസംരക്ഷണ വകുപ്പിന്റെ സംസ്ഥാനതല ഏറ്റവും മികച്ച കർഷകനുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഏകദേശം നമ്മുടെ അടുത്ത് 20ഓളം പണിക്കാരുണ്ട്. നമ്മളും ഫാമിലിയായും അന്യ സംസ്ഥാന തൊഴിലാളികളും കൂടെ ഉൾപ്പെടെയാണ് നമ്മൾ ജോലികൾ ചെയ്യുന്നത്. പശുപരിപാലനത്തിലൂടെ മികച്ച വരുമാനം നേടുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട കൊറ്റമ്പള്ളി സ്വദേശിയായ അഖിൽ. ലോക്ക്ഡൌൺ കാലത്ത് ഒരു വരുമാനമെന്ന നിലയിലാണ് അഖിൽ പശു വളർത്തൽ ആരംഭിച്ചത്.
പാൽ, ഉണക്കച്ചാണകം എന്നിവ വിപണനം നടത്തി കുടുംബാംഗങ്ങളുടെ സഹായത്തോടെ കാര്യക്ഷമമായും ലാഭകരമായും ഡയറി ഫാം നടത്തിക്കൊണ്ടുപോകുന്ന ശ്രീ അഖിലിന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. എനിക്ക് 20 കറവ പശുക്കളും 10ഓളം കിടാരികളുമുണ്ട്. ഏകദേശം 20 പശുക്കളിൽ നിന്ന് 230 ലിറ്ററോളം പാല് കിട്ടുന്നുണ്ട്. പാല് മിൽമയ്ക്കും കൊടുക്കുന്നുണ്ട്, അല്ലാതെ 1/2 ലിറ്ററിൻ്റെ പാക്കറ്റുകളാക്കി തിരുവനന്തപുരം സിറ്റിയിലെ ഫ്ലാറ്റുകളിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഗീർ ക്രോസ്, ജേഴ്സി, സുനന്ദിനി ഈ പശുക്കളാണ് ഉള്ളത്. ശുദ്ധമായ പശുവും പാലും നേരിട്ട് ആളുകളിൽ എത്തിക്കുന്ന ഒരു ഇത് മനസ്സിലാക്കിയിട്ടാണ് 1/2 ലിറ്ററിൻ്റെ പാക്കറ്റുകളാക്കി രാവിലെ തന്നെ എല്ലാ വീടുകളിൽ ഫ്ലാറ്റുകളിലാണ് കൂടുതൽ കൊടുക്കുന്നത്. അല്ല, തിരുവനന്തപുരത്ത് ആവശ്യമുള്ളവർക്ക് ചോദിക്കുന്നവർ പാല് കൊടുക്കുന്നു. സൂപ്പർ നേപ്പിയർ, റെഡ് നേപ്പിയർ മിക്സ് ചെയ്ത് 1 ഏക്കറോളം തീറ്റപ്പുൽ കൃഷി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ചാണകം ഉണക്കി ചാക്കുകളിലാക്കിയാണ് കൊടുക്കുന്നത്. ഒരു ചാക്കിന് 150 രൂപ നിരക്കിൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. മൃഗഡോക്ടറുടെ സേവനം കിട്ടുന്നുണ്ട്. നല്ല രീതിയിലാണ് ഡോക്ടർമാർ സഹായിക്കുന്നത്. തീറ്റക്രമങ്ങൾ പറഞ്ഞു തരുന്നതും പശുക്കൾ എങ്ങനെ പരിപാലിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു കാര്യങ്ങളൊക്കെ ഡോക്ടർമാരാണ് പറഞ്ഞു തരുന്നത്. ഗീർ ക്രോസ്, ജേഴ്സി, സുനന്ദിനി ഈ പശുക്കളാണ് ഉള്ളത്. 2 പശുവിൽ തുടങ്ങിയതാണ് ഫാം. കൂടുതലും വാങ്ങിയിട്ടില്ല. ഒരു 3-4 പശുക്കളെ വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ പ്രസവിച്ച് കുട്ടികളെ വളർത്തിയെടുത്താണ് ഫാം ഡെവലപ്പ് ചെയ്തത്. മിൽക്ക് ഷെഡ് പദ്ധതി പ്രകാരം ക്ഷീരവകുപ്പിൽ നിന്നും 2020 2 പശുക്കളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 പശു വാങ്ങേണ്ട സബ്സിഡി കിട്ടിയിട്ടുണ്ട്. സംഘം വഴി മാറ്റ്, അതുപോലെ തന്നെ പാലിന് സബ്സിഡിയൊക്കെ നൽകാറുണ്ട്. ക്ഷീരവകുപ്പിൽ നിന്ന് സബ്സിഡി കിട്ടാറുണ്ട് പാലിന്. ഫാമിലെ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 പശുക്കളുടെ ഒരു സെറ്റായിട്ടാണ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ മാസത്തിലൊരു പ്രസവം നൽകി. ഇപ്പോൾ 20 പശുക്കളും അതിൽ ചെന്നൈയിലുള്ള 4 പേരൂടെ ഉണ്ട്. 24 പശുക്കളായിട്ട്. അപ്പോൾ പാലിന് കുറവ് വരില്ല. എല്ലാ സമയവും ഒരുപോലെ പാല് കിട്ടിക്കൊണ്ടിരിക്കും. മാസത്തിലൊരു പ്രസവം കാണും, ഒരാളുടെ കറവ നിർത്തും. അങ്ങനെയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഫാമിലെ ജോലിക്കാരില്ല, ഞങ്ങൾ വീട്ടിലെ എല്ലാവരുമായിട്ടാണ് ഫാമിലെ ജോലികളെല്ലാം ചെയ്യുന്നത്. എല്ലാ ദിവസവും രാവിലെ 2:30-ക്കാണ് ദിനചര്യ ആരംഭിക്കുന്നത്. ആദ്യം ഫാമിലോട്ട് പോയി കഴിഞ്ഞാൽ ചാണകമൊക്കെ നീക്കി പശുക്കളെ കുളിപ്പിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് TMR കൊടുക്കുന്നുണ്ട്. TMR ഇട്ടതിന് ശേഷം കറവ നടത്തും. കറവ നടത്തിയതിന് ശേഷം കാലിത്തീറ്റയും വൈക്കോലും ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഉച്ച സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12:30-ക്കാണ് ഫാം സ്റ്റാർട്ടാവുന്നത്. അതുപോലെ തന്നെ കുളിപ്പിക്കുന്നു, TMR ഇട്ട് കറക്കുന്നു. അത് കഴിഞ്ഞ് കാലിത്തീറ്റയും പുല്ല് അരിഞ്ഞതും കൊടുക്കുന്നുണ്ട്. വൈകിട്ട് അതുപോലെ ഒരു 7 മണിയാകുമ്പം എല്ലാവരും നോക്കി തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്തിടുന്നതാണ്. ഇതാണ് സാധാരണ റെഗുലർ ദിനചര്യ. അസുഖങ്ങൾ വരാതിരുന്നു കഴിഞ്ഞാൽ ലാഭമാണ്. ഞങ്ങളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അസുഖം വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതിനേക്കാൾ അസുഖം വരാതെ നോക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളാണ്. വേനൽ സമയത്തായപ്പം ഹീറ്റ് സ്ട്രെസ് അതുപോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി റൂഫിന് മുകളിൽ സ്പ്രിംഗ്ലർ പോലുള്ള സാധനം സ്ഥാപിക്കുക, അതുപോലെ തന്നെ അവരുടെ ഡൈജഷൻ ക്രമീകരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. 60% അസുഖം വൃത്തിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ എപ്പോഴും ഫാം നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലുതായിട്ട് അസുഖങ്ങൾ വരാറില്ല. പശുവളർത്തൽ ഒരു ജീവനോപാധിയും സമൂഹത്തിൽ മാന്യത നേടാൻ സഹായകമായ സത്സംരംഭവുമാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച കർഷകരുടെ അനുഭവ സാക്ഷ്യം എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. ഇവരെപ്പോലെ ഒട്ടനവധി ആളുകൾ കന്നുകാലി വളർത്തലിലൂടെ ജീവിത ഭദ്രത ഊട്ടിയുറപ്പിക്കാനായി കഷ്ടപ്പെടുന്നുണ്ട്. പശുക്കളുടെ സമയാസമയങ്ങളിലുള്ള പരിചരണ മുറകളിലും അതിലൂടെയുള്ള പാൽ വിൽപ്പനയിലും അതിനേക്കാൾ ഉപരി അധ്വാനിക്കാനുള്ള ഒരു മനസ്സുമുണ്ടെങ്കിൽ കന്നുകാലി വളർത്തൽ ആദായകരം തന്നെയാണ്.